പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും, പരിശുദ്ധാത്മ സ്നാനം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ആത്മാവിൻ്റെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് 7 ഉദാഹരണങ്ങളെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതാർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക ഓൺലൈനിൽ. അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്, കൃപാവരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. ആത്മവരങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഫലമില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് അംഗീകാരം ഉണ്ടാകുകയില്ല. കാരണം കർത്താവിനെ പോലെ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട്, ആത്മസ്വഭാവമുള്ളവരായിട്ട് തീരുന്നതാണ് ആത്മാവിൻ്റെ ബലം. അത് എല്ലാവർക്കും ആവശ്യമാണ്. വരം ദൈവം നൽകുന്നതാണ്, കർത്താവ് ഇച്ഛിക്കുന്നവന് പകർത്തു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്, ഒറ്റ ബലമാണ്. അതിനകത്ത് 9 അല്ലികളുണ്ട്. അതിലുള്ള എല്ലാ അല്ലികളും ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണം എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ഓർപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഞാൻ മറ്റൊരു വിഷയമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പാസ്റ്റർ ശുശ്രൂഷിച്ച വചനത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞു. അതിനടുത്ത വാക്യമാണ് എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. എന്നും ക്ലാസ് മാത്രമാകാതെ അതിന് മുൻപായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് ഒരു കാര്യം കൂടെ കർത്താവ് നൽകി ഒരു ദൂതൂടെ ഓർപ്പിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും നമുക്ക് വായിക്കാം. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക, നിന്റെ ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണിത്. കീശ് എന്ന് പറയുന്ന ഒരു വലിയ ധനവാൻ, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മൃഗസമ്പത്തുകളായിരുന്നല്ലോ അന്നേരം. ആ വലിയ ധനവാന്റെ സമ്പത്തുകൾ ആ കഴുത നഷ്ടപ്പെടുവാനിടയായി. തൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ കഴുതയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ ഇനി കടഭാരത്തിലാണ്, നമുക്കൊരു കാര്യം ചെയ്യണം, ഇതിനെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ ഭൃത്യനുമായിട്ട് ഈ ദേശം മുഴുവൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവർ ഇറങ്ങിത്തിരിച്ചു. ഒത്തിരി സ്ഥലങ്ങൾ അവർ കടന്നുപോയി. ഏതൊക്കെ സ്ഥലത്ത് പോയിട്ട് 4-ാം വാക്യത്തിലുണ്ട്. അവൻ എഫ്രൈം മലനാട്ടിലും ശാലീഷ ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തൂടെ സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. ബെന്യാമിൻ ദേശത്തൊക്കെയും കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടു കിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ഒരു കാര്യം ഭൃത്യൻ പറയുകയാണ്. എന്തുവാണ്? ശൗല് ഭൃത്യനോട് പറയുകയാണ്, നമുക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഭൃത്യൻ പറഞ്ഞ എന്തുവാണ്? ഇത്രയും നമ്മളെല്ലാം അന്വേഷിച്ചല്ലോ, ഇവിടെ അടുത്തൊരു ദൈവദാസനുണ്ട്, ആ ദൈവദാസൻ്റെ അടുക്കൽ പോയി ഒന്ന് ആലോചന ചോദിക്കാം, ദൈവികമായ ആലോചന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പോയി. എന്നാൽ ദൈവത്തിങ്കലേക്ക് തിരിയുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നൊരു തലേ ദിവസം തന്നെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. ശമൂവേലിന് അവർക്ക് വേണ്ടി ആഹാരവും കാര്യങ്ങളും ഒക്കെ ആ ആടിൻ്റെയൊക്കെ നല്ല ഭാഗങ്ങളെല്ലാം കൈക്കുറവെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെ ആമേൻ സ്തോത്രം കൊടുക്കേണ്ട ദൂത് ഉൾപ്പെടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവന് വളരെ ഭാരത്തോടുകൂടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഉത്തരവൊന്നും കിട്ടിയില്ല. എന്നാൽ ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞതനുസരിച്ച് അവൻ അല്പം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയാൻ വേണ്ടി നിന്നു. അപ്പോൾ വേറൊന്നും ചെയ്തില്ല. ഒരു തൈലപാത്രം എടുത്ത് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ തലയിലേക്ക് ഒഴിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ പ്രഭുവിന് അധികാരിയായിട്ട്, പ്രഭുവായിട്ട്, ജനത്തിൻ്റെ പ്രഭുവായിട്ട് നിയമിച്ചിരിക്കുകയാണ്, അഭിഷേകം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ, ആ ഇസ്രായേൽ ദേശത്തിൻ്റെ മുഴുവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവൻ അന്വേഷിച്ച് നടക്കുന്ന സ്ഥലം വളരെ ഭാരത്തോടുകൂടെ കഴുതകളെ തപ്പി നടക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ അവൻ ഏതെല്ലാം സ്ഥലത്ത് സഞ്ചരിച്ചോ, ഏതെല്ലാം സ്ഥലത്തൂടെ വേദനയോടെ നടന്നോ, അതിൻ്റെ എല്ലാം അധികാരിയായിട്ട് അവിടെ കൂടെ രഥമോടിച്ചു പോകുന്ന ഒരു രാജാവായിട്ട് ആക്കുവാനായിട്ട് ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ വേണ്ടി ദൈവത്തിന് അല്പം നിന്നപ്പോൾ ദൂത് വന്നു. ദൈവം ഒരു ദൂത് കൊടുത്താൽ വെറുതെ പറയത്തില്ല. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കിലെ സൽസഹിലിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കര വെച്ച് 2 ആളെ കാണും. അവരെന്തോ പറയും? ആദ്യം പറയാൻ പോകുന്നത്, നീ അന്വേഷിപ്പാൻ
പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകെട്ടിയിരിക്കുന്നു. നേര് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന് പരിഹാരം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത് പറയുന്നത്, അവിടെ നീ മുമ്പോട്ട് താബോരിലെ കരുവേലകത്തിനകരി ചെല്ലുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാര് ബേഥേലിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്ന നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും, നിനക്ക് അപ്പം തരും, നീ അവിടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട്. അപ്പോൾ അവൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു പക്ഷേ വിശന്നൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇത്രയും ദൂരം ഇത്രയും ദിവസം നടന്നില്ലേ, വിശന്നും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അവനെ അതിനു വേണ്ടിയുള്ള കരുതൽ അവിടെ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. നിൻ്റെ ഹൃദയത്തിനകത്ത് വേദനിക്കുന്ന വിഷയത്തിനുള്ള പരിഹാരമുണ്ട്, നിൻ്റെ ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. അവിടെ നിന്നില്ല. ചിലരുടെ മുമ്പോട്ട് എന്ത് ചെയ്യും, ഒരു ഫെരിസ്തരുടെ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ കടക്കുമ്പോൾ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ ഇറങ്ങി വരുന്നതായ ആരാധനയോടെ ഇറങ്ങി വരുന്നതായ ഒരു കൂട്ടം പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിഷയം പറഞ്ഞാൽ അത് നിശ്ചയമായി സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ ദൈവിക അരുളപ്പാടുകൾ നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ളതായ ഗമനത്തിനുള്ള എല്ലാ വിഷയങ്ങളും, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ, ഒരുപക്ഷെ രോഗമായിരിക്കാം, പ്രശ്നമായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, ബന്ധങ്ങളിലുള്ള വിഷയങ്ങളായിരിക്കാം, എന്താണെങ്കിലും ഒന്നാമതിനുള്ള പരിഹാരം. രണ്ടാമതായിട്ട് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നീഡ്സ്, ഫിനാൻഷ്യൽ നീഡ്സിനുള്ളതായ പരിഹാരം. മൂന്നാമതായിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവിൽ നിറഞ്ഞ് ആത്മീകമായ പ്രാഗൽഭ്യത്തോടെ വ്യത്യസ്തരായിത്തീരുന്ന പുതിയ ഹൃദയത്തോടെ പോകുന്നൊരനുഭവം. അതിന്ന് പകൽക്കാലം നമ്മൾ ദൈവസ്ഥലായിരിക്കുമ്പോൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. Hebrews chapter 2 verse 1 onwards. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഇടമാറ്റമില്ലാത്ത വചനത്തിനായിട്ട് സ്തോത്രം. അല്പസമയം ഞങ്ങൾ ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്തെ മനുഷ്യനോട് സംസാരിക്കുമാറാകണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ ഒരു പ്രാവശ്യം കൂടെ പുതുക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഈ ഒറ്റ സെൻറ്റൻസായിട്ട് ഇങ്ങനെ എഴുതിക്കുവാണ്, അതുകൊണ്ട് മൊത്തം വായിക്കേണ്ടി വന്നത്. അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ കേൾക്കുകയാണ്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷ, നമ്മൾ മിക്കവാറും എല്ലാവരും പേര് രക്ഷ പ്രാപിച്ചവരാണ്. എന്നാൽ I just want all the young people to understand also, ആർക്കെങ്കിലും പ്രാപിച്ച രക്ഷ ശരിയാണോ അല്ലയോ, എങ്ങനെയാണ് ശരിയായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും, നാളെ നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ രക്ഷ എന്താണെന്ന് വ്യക്തമായൊരു ചിത്രം നമ്മുടെ ഹൃദയത്തിലിരുന്നാൽ അവരെ ഏത് രീതിയിലാണ് രക്ഷയിലേക്ക് നടത്തേണ്ടത് എന്നുള്ളതും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ രീതിയും കൂടെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, നമുക്കുള്ള ഏക പ്രത്യാശയും സന്തോഷവും മുഴുവനും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ രക്ഷയെക്കുറിച്ച് അല്പസമയം നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഈ രക്ഷ, വലിയ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ പറയാം. നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്തിനു വേണ്ടിയാ? ദൈവം ഒരുക്കിയ ഈ രക്ഷ. ആപ്ലിക്കേഷന് 2 വശമുണ്ട്. വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നോക്കിക്കേ, 2 വശമുണ്ട്. മറക്കാതിരിക്കാനാണ് ഇങ്ങനെ ഞാൻ ശരിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം മലയാളം കൂടെ കാണിക്കാം. നോക്കിക്കേ, അതിൻ്റെ ഒരു വശത്ത്
മാനസാന്തരം അല്ലെങ്കിൽ അനുതാപമാണെന്ന് പറയാം. ആ വശമുണ്ട്. അല്ലെങ്കിൽ റിമോഴ്സ് ഫുൾനെസ് ഓർ നമ്മളെ ഹൃദയത്തിനകത്തൊരു അനുതാപം ഉണ്ടാകുന്ന അനുഭവം, റിപ്പൻറ്റൻസ് എന്ന് പറയാം. റിപ്പൻറ്റൻസ് എന്നതിൻ്റെ വ്യത്യാസം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആ റിപ്പൻറ്റൻസിൻ്റെ ഒരു ഭാഗമുണ്ട്. അതായത് ഈ രക്ഷിക്കപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ കൂടെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം. പക്ഷെ അതിനകത്ത് ഇത്രയും ഘടകമുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെടാനായിട്ട് ഈ ഘട്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? നമ്മുടെ അനുതാപം ഉണ്ടാകുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് അനുതാപം ഉണ്ടാകുന്നത്? എന്തിനാണ് അനുതാപം ഉണ്ടാകുന്നത്? അതിന് ഒരു അറിവ് വേണം. അറിവിൻ്റെ ഒരു ഘടകമുണ്ട്. അറിവിൻ്റെ ഒരു ഘടകമുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധം, അറിവ് നമുക്ക് ആവശ്യമാണ്. അതെപ്പോഴാണ് വരുന്നത്? എനിക്ക് തെറ്റുകളുണ്ട് എന്നെപ്പോഴാണ് മനസ്സിലാകുന്നത്? ഏതെങ്കിലും വിധത്തിൽ ദൈവവുമായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലായോ, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണെന്നുള്ളതായ ബോധം നമുക്കുണ്ടാകുന്നു. യെശയ്യാവ് ദൈവത്തിൻ്റെ ആ ദർശനം കണ്ടപ്പോൾ, വിശുദ്ധ ദൂതന്മാർ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായി, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം അല്ലേ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാവിന് അശുദ്ധിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന്, ഒരു പക്ഷേ ഏതെങ്കിലും രോഗം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കാം, ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴായിരിക്കാം, ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കാം, ഒരു പാട്ട് പാടുമ്പോഴായിരിക്കാം, ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കാം. നമ്മുടെ ദൈവത്തോട് ഏതെങ്കിലും രീതിയിൽ അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മനസ്സിലാകും, എനിക്ക് ദൈവത്തിന് നിൽക്കുവാൻ യോഗ്യനല്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ അടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ തെറ്റുകാരനാണ്, പാപിയാണ്. ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു അല്ലേ. സകല മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പാപികളായി തീർന്നവരാണ്. യേശുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പേ നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു, തെറ്റുകാരായിരുന്നു, നമുക്ക് ദൈവസേനയിൽ അടുക്കുവാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു. ആ ബോധമാണ് ഒന്നാമതായിട്ട് വരേണ്ടത്. രണ്ടാമതായിട്ട് ഇമോഷണലായ ഭാഗമാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഭാഗം നമ്മൾ ആ അറിവ് വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നുകയാണ്. അയ്യോ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, ആ വിഷയമുണ്ട്, ഈ വിഷയമുണ്ട്, ഇന്ന വ്യക്തിയെ ചതിച്ചിട്ടുണ്ട്, ഇന്ന വ്യക്തിയോട് വാക്ക് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങൾ, ഇന്ന വ്യക്തിയുടെ ഇന്ന സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഹൃദയത്തിലേക്ക് ഓടി വരും. നമുക്ക് നമ്മൾ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ളതായ ഒരു അനുതാപം, അല്ലെങ്കിൽ ഒരു ഭാരം, ഒരു ഫീലിങ്, ഒരു ദുഃഖം നമുക്കുണ്ടാകുന്നതാണ് ഇമോഷണൽ ഫീലിംഗ്. അല്ലെങ്കിൽ മലയാളത്തിൽ വൈകാരികമായ ഘടകം, നമുക്കൊരു ദുഃഖം വരും. ചിലർ കരയും, മനസ്സിലായോ? ചിലപ്പോൾ ഒരു സെക്കൻഡേ ഉള്ളായിരിക്കാം, ഒരു ദുഃഖം വരും. ആ മുറിവ് ഹൃദയത്തിനകത്ത്, ആ ഹൃദയപരിച്ഛേദന നടത്താൻ പോകുമ്പോൾ വചനം കൊണ്ട് ഹൃദയം മുറിച്ചെടുക്കുന്നത് പോലെ ഒരു ഹൃദയത്തിനകത്തൊരു ദുഃഖവും ഭാരമൊക്കെ ഉണ്ടാകുന്ന ഒരു ഘടകം ഉണ്ട്, ഇമോഷണൽ ഘടകം. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുദപിക്കാൻ ആവശ്യമില്ലാത്ത ദുഃഖം എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പല കാര്യത്തിലും ദുഃഖിക്കുമ്പോൾ പിന്നെ അനുദപിക്കുക, അയ്യോ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നല്ലോ, ഈ ഒരു വിഷയത്തിൽ ദുഃഖിക്കുന്നത് പിന്നെ ഒരിക്കലും അനുദപിക്കുവാനായിട്ട് ആവശ്യമില്ല. കാരണം അത് നമുക്ക് നന്മയിലേക്ക് നടത്തുന്ന ഒരു ദുഃഖമാണ്. അത് ഇമോഷണൽ ഘടകം. വാട്ട് ഈസ് ദ തേർഡ് വൺ? വിൽ പവർ. വിൽ പവറിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ പാപിയാണ്, ഇന്ന വിഷയങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും മദ്യപിക്കുന്നില്ലെങ്കിലും മദ്യപാനമുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത റീൽസ് കാണുന്ന, കണ്ണുകളെ വിശുദ്ധിയോടെ സൂക്ഷിക്കാത്ത പാപമുണ്ട്, എൻ്റെ ചിന്തകളിൽ പാപമുണ്ട്, എൻ്റെ സംസാരത്തിൽ പാപമുണ്ട്. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുക? വിൽ പവറിൽ ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. തിങ്സ് ഐ യൂസ് ടു ഡു, ഐ ഡു ദം നോ മോർ. ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, പ്ലേസസ് ഐ യൂസ് ടു ഗോ, ഐ ഗോ ദം ദേർ നോ മോർ. ബുക്സ് ഐ യൂസ് ടു റീഡ്, ഐ വിൽ റീഡ് ദം നോ മോർ. എല്ലാം ഉപേക്ഷിക്കുന്ന. ഉദാഹരണത്തിന് ബൈബിളിലെ ധൂർത്തപുത്രൻ എന്ന് പറയുന്ന മുടിയൻ പുത്രൻ്റെ ആ തീരുമാനം, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോയി എന്ത് ചെയ്യുകയാണ്? സ്വർഗീയ ഭവനത്തിൽ നിന്നും അകന്നു മാറിയ, ദൈവസ്ഥനെ അകന്നു മാറിയ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ പാപിയായ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്
അവിടെ കാണുവാൻ കഴിയുന്ന പിന്മാറ്റത്തിൽ പോയിട്ട് പാപത്തിൽ വീണ് അവൻ എന്തെല്ലാം ചെയ്തിട്ട് തൃപ്തിയാകാതെ എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും പാപത്തിൻ്റെ അധമ രീതിയിലെത്തിയപ്പോൾ പന്നിയുടെ ആഹാരം തിന്നുപോലും വയറു നിറപ്പാൻ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ വന്നപ്പോൾ താനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എഴുന്നേൽക്കും, ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകണം, എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും എന്നുള്ള തീരുമാനമെടുത്തു. അവിടെ ചെന്ന് ഞാൻ പറയും, ഞാൻ പാപിയാണ്, അപ്പം ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്യുന്നൊക്കെ പറയുമെന്നൊക്കെ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം കൊണ്ട് കാര്യം നടക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യണം, അവൻ എഴുന്നേറ്റു. അതാണ് ഈ ഭാഗം. അതുകൊണ്ട് വിൽ പവറിൽ എന്ത് ചെയ്യുകയാണ്, ആ ഡിസിഷൻ എടുക്കുക തന്നെയല്ല, അത് ചെയ്യാൻ ആരംഭിക്കുകയാണ്, അല്ലേ? അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നിനവേലെ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ഇവനെ എവിടെ അയച്ചു? നമ്മുടെ എഴുതിക്കും ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, 12,000 അല്ലെങ്കിൽ 1,20,000 120,000 അല്ലേ, 1,20,000 ആൾക്കാരാണ്. അവരുടെ മാനസാന്തരം പ്രവൃത്തികളിൽ വെളിപ്പെട്ടപ്പോൾ ദൈവം അവരെ നശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനം മാറ്റുകയാണ്. അവരെ ആരും നശിപ്പിച്ചില്ല. കാര്യം എന്തുവാ? അവരുടെ മാനസാന്തരം പ്രവൃത്തിയിൽ വെളിപ്പെട്ടു. പിടികിട്ടിയോ? അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് 3 കാര്യങ്ങളുണ്ട്. അറിവിൻ്റെ ഘടകം, രണ്ടാമത്തെ എന്തുവാ? വിൽ പവർ, ഇമോഷണൽ. With the knowledge we realize that we are sinners. We cannot stand in the presence of God because God is holy, right? In the second one, emotional. What is emotion? Feeling sorry for what you have done. And willpower. In the willpower, we are making a decision that I will not do that sin anymore, that wrong anymore. Okay? I will tell you one more example. There were 2 boys, young people. I mean, just the boys, they were friends. And one day they were returning from a shop. But on the way, just like in Kerala, a lot of forest, rubber plantations and fields and things like that. A lot of bushes were there. And they were playing and jumping and running around. And as they were walking, you know the names of those children? Raju and Johnny. Okay? So Raju accidentally fell into a old well. That's a big ditch. And since it has been not used for a long time, a lot of plants were there on the top of it, so he didn't see it. He just fell into it. And Johnny was a little bit older and he was standing far away. And when he saw him falling, he just, bit his chest and he came and looked at him, calling Raju, and he came there. But fortunately, there was an old tree standing there and a root, because it has been not used for a long time. The root was just going across it. It grew across it and he was going there. He was stuck there. And as soon as he stuck there, he pressed both of his hands on the both sides and he began to look up. Do you understand? So Johnny was a little bit relieved and he just knelt down, at the edge of that well, and he just stretched out his hand and said, Raju, please hold my hand. I can save you. I will save you. When he was standing like this, there was a honeycomb there. When he fell down, the honeycomb was broken and the honey was dripping. And he was just showed his tongue towards that, and one by one, trip by trip, it was coming there. It was very tasty because of wild honey. And Johnny knew the danger there, because when Johnny looked down, there were broken pieces of glasses and a lot of thorns and things like that, because it has not been used for a long time. People were throwing dirty things there. And also, in that dim light, when he looked down there was a very angry cobra, raising its head because of the debris fell upon him. And the snake was very angry. And seeing that scene, Johnny was very scared. And he began to call, Raju, please hold my hand. The root you are standing is very weak. It can break any time. And also the things down there, all dangerous. Please hold my hand. You know what Raju said? Johnny, in my whole life, I have never tasted
honey, wild honey, like this is very tasty. Let me taste one more. And he was tasting the next drop. And also, then Johnny said, Raju, please hold my hand. But he didn't listen to him. I will say, after drinking one more drop, I will hold your hand. But before completing that thing, you know what happened? See, one side of that root was broken, and he fell down into that ditch. And all the broken pieces of these glasses, just entered into his body, and he was bleeding. And what happened? Then the snake began to coil around him. And Johnny was so sorry to see that. And when he was standing up there, he could hear the bones of that Raju was breaking as the snake was just pressing around it, squeezing the boy. And with all the blood and everything, he was calling from there, Johnny, please help me, please help me. Then Johnny said, Raju, sorry, I cannot help you anymore. With the tears, he said, I was able to help you earlier, but you were not willing to listen to me. Now that you are down there, there's no way that I can help you. After some time, Raju's voice was completely finished. Do you understand? So that is why we do not know what's going to happen next. Right now is the time of salvation. When Jesus is coming down and he's stretching out his hand to save us, if he can just hold on to him, he is able to save us, right? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല. ഏതൊരു സമയത്താണെങ്കിലും രക്ഷിക്കുവാൻ കഴിയും. പക്ഷേ നമുക്ക് എന്തുമാത്രം സമയമുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും മീനമ്പക്കം അവിടുത്തെ ബീച്ചിൻ്റെ പേരെന്തുവാ, മെറീന ബീച്ച് അല്ലേ, മദ്രാസിലെ മെറീന ബീച്ചിലെ ഭയങ്കര കൺവെൻഷൻ, അന്ന് വിദേശത്ത് നിന്ന് ആൾക്കാർ വന്ന് നടക്കുന്ന സമയമാണ്. പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന കൺവെൻഷൻ. അന്നേരം ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി അന്ന് രാത്രിയിലെ നാടകശാലയ്ക്ക് നൃത്തം ചെയ്യുവാനായിട്ട് അവൾ സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ്. റോഡിൻ്റെ സൈഡിലെ ആ പേവ്മെൻറ്റിലെ കാല് വെച്ച് സ്കൂട്ടർ നിർത്തി അവൾ ഈ കൺവെൻഷൻ കേട്ടു. എന്നിട്ട് അവളുടെ ഡയറി എടുത്ത് എഴുതി, ഇന്ന് രാത്രിയും കൂടെ ഞാൻ നൃത്തം ചെയ്യും, നാളെ മുതൽ ഞാൻ യേശുവിനായി ജീവിക്കും. അവൾ വാഹനമെടുത്തു. കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും വേറൊരു വാഹനം വന്ന് ഇടിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവളെ പോലീസുകാരെ പൊക്കിയെടുക്കുമ്പോൾ അവിടെ ഡയറി കണ്ടു. ഡയറിക്കകത്ത് ചോരയിൽ മുങ്ങിയതായ ആ ഡയറിയിൽ എഴുതിയിരിക്കുകയാണ്, ഇന്ന് രാത്രിയും കൂടെ ഞാൻ ഡാൻസ് ചെയ്യും, നാളെ മുതൽ യേശുവിനായിട്ട് ജീവിക്കും. യേശുവിനായിട്ട് ജീവിക്കുവാൻ അവൾക്ക് അവസരം കിട്ടിയില്ല. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കേണ്ടത് നാളെയല്ല, ഇപ്പോഴാണ്. അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കാൻ പോകും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ രാജു അന്നേരത്തെ ക്ഷണികമായ ആ രുചിക്ക് വേണ്ടി പിന്നെയും കുറേ കൂടെ വെയിറ്റ് ചെയ്യാതെ ജോണി വിളിച്ചതായ സമയത്ത് അവന് കിട്ടിയ ക്ഷണം അവൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അവന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുമായിരുന്നു. ഒരുപക്ഷേ ഒരു പാവം കൂടെ ചെയ്യുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് പോലെ തോന്നും, കുറച്ചുകൂടെ നല്ലതുപോലെ തോന്നും. ഞാനിവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയല്ല, എല്ലാവർക്കും വേണ്ടി പറയും. ഇവിടെ ആരും എനിക്കറിയാം മദ്യപിക്കുന്നില്ല എന്ന്, സിഗരറ്റ് വലിക്കുന്നില്ല എന്നറിയാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിനാശകരമായ നശിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. ഇതിലൊക്കെ ചെയ്യുമ്പോൾ അല്പം കൂടെ സുഖം, ഒരു പ്രാവശ്യം കൂടെ നുണയട്ടെ എന്ന് പറഞ്ഞ് പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ നിൽക്കുന്ന ആയുസ്സാകുന്ന പേരെപ്പോഴും അറ്റുപോകുന്ന അറിയത്തില്ല, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് ഒരു ദൂത് കൂടെ തരികയാണ്. മകനെ, മകളെ, എന്ത് ചെയ്യുക? ഞാൻ നിന്നെ രക്ഷിപ്പാൻ ശക്തനാണ്, കരമുയർത്തുക, പിടിക്കുക എന്ന്, അല്ലേ? അപ്പോൾ ഈ ഭാഗത്തുള്ളതായ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് വിൽ പവറിൽ ചില പാപങ്ങൾ, പാപസ്വഭാവങ്ങൾ
വിടുവാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി മറുവശത്ത് നമ്മൾ കാണുന്ന എന്തുവാണ്? ഫെയ്ത്ത്. അതിൻ്റെ ടൈം കൂടെ കാണിക്കാൻ പറ്റിയ നല്ലതായിരുന്നു. അതിൽ ടൈം കൂടെ വെച്ചാൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നു. ദാറ്റ്സ് ഓക്കെ. അതർവൈസ് ഐ വിൽ ചെക്ക് ഹിയർ, നോ പ്രോബ്ലം. ഓക്കെ, സമയം വേറെ വേഗത്തിൽ പോവുകയാണ്. നമുക്ക് മറുവശത്ത് എന്താണെന്നറിയാമോ? 2 ഘടകമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ സുരേഷ് എന്നിരിക്കത്തെ പേര്, ഒരു മറ്റൊരു മതത്തിലുള്ളതായ സ്നേഹിതൻ, അദ്ദേഹം കുടിയനായിരുന്നു. ഒരു ദിവസം തീരുമാനിച്ചു ഇനി കുടിയെല്ലാം നിർത്തി എന്ന് തീരുമാനിച്ചു. ഇനി കുടിക്കുന്നില്ല. അത് കുടിക്കാതെ അവൻ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. പക്ഷേ നമ്മൾ പറയുന്ന ബൈബിളിലുള്ള മാനസാന്തരം ആകുന്നില്ല. ബൈബിളിലെ മാനസാന്തരത്തിന് ഒരു പടിയും കൂടെയുണ്ട്. നമ്മുടെ വിൽ പവർ കൊണ്ട് ചില സ്വഭാവങ്ങളെ മാറ്റുന്നതോ, സ്വഭാവ ശുദ്ധീകരണമോ, ചില വിഷയങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയുന്നതോ, ഇതൊന്നും വേദപുസ്തകത്തിലെ മാനസാന്തരം ആകുകയില്ല. ഈ മാനസാന്തരത്തിന് ഏറ്റവും തടസ്സമായിരിക്കുന്നത് സെൽഫ് റൈറ്റസ്നാണ്. അത് പറയാതെ പോയാൽ പറ്റത്തില്ല. സെൽഫ് റൈറ്റസ്നസ്, സ്വയനീതി. ഞാൻ മറ്റുള്ളവരെക്കാളും നല്ലതല്ലേ, ആ പാസ്റ്റർ എന്തെല്ലാം തെറ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ദൈവദാസനെ കുറിച്ച് എന്തെല്ലാം ഇവിടെ വരുന്നു, ഏതാ മൊബൈലിൽ വരുന്നു, അതിനേക്കാളും ഞാൻ നല്ലതല്ലേ എന്നൊരു വ്യക്തി ചിന്തിച്ചാൽ, ഓരോ വ്യക്തികളെ കമ്പയർ ചെയ്തിട്ട് ഞാൻ നല്ലതല്ലേ, ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, അവരെക്കാളുമൊക്കെ നല്ലതല്ലേ എന്ന് ചിന്തിച്ചാൽ അവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയില്ല. കാര്യം എന്നറിയാമോ? എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. വലിയ പാപമോ ചെറിയ പാപമോ എല്ലാവർക്കും ഒരേപോലെ ദൈവത്തിന് അകന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ആവശ്യമുള്ളതുപോലെ തന്നെ അതേ അളവിൽ എനിക്കും ആവശ്യമുണ്ടെന്നുള്ളതായ ബോധമാണ് ഇതിന് അത്യാവശ്യമായിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാനായിട്ട് തടസ്സമായിരിക്കുന്നത് സെൽഫ് റൈറ്റസ്നെസ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, മറ്റുള്ളവരെക്കാളുമൊക്കെ നല്ലതാണെന്ന് ചിന്തിച്ചാൽ നടക്കുകയില്ല. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദൈവസ്ഥലേക്ക് കടന്നു ചെല്ലണം. മറുവശത്തേക്ക് നമുക്ക് വരാം. റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ ആ റിമോഴ്സ്ഫുൾനെസ്, അതുപോലെ നമുക്കൊരു അനുതാപം ഉണ്ടാകുന്ന ഒരു വശം. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ ഇവിടെയുമുണ്ട്. അത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് അനുതാപം ഉണ്ടാകണം. 2 ഘട്ടമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള ആദ്യത്തെ പടിയാകുന്നത്. ഇനി നമുക്ക് എന്തുവാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്താ വിശ്വസിക്കേണ്ടതിന്? അതിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം അറിവിൻ്റെ ഘടകം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന അറിവിൻ്റെ ഘടകം തന്നെയാണ്. നോളജ്. എന്തുവാ നോളജ്? എൻ്റെ പാപത്തിൽ നിന്നും ആർക്ക് വിടുവിക്കുവാൻ കഴിയും എന്നുള്ള അറിവ്. ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ ക്ഷമ ആർക്ക് തരുവാൻ കഴിയും എന്നുള്ള അറിവ്. അതാണ് ഒന്നാമത്തെ അറിവ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം. മത്തായി 1:21. യേശു വന്നതിന് വേണ്ടിയാ? പാപങ്ങൾ എന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്, അല്ലേ? ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി. ദാവീദിൻ്റെ പട്ടണത്തിന് യേശു രക്ഷിതാവാണ്. പിന്നെ ഒത്തിരി വാക്യങ്ങളുണ്ടല്ലോ. മറ്റൊരുത്തരിൽ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല, അല്ലേ? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 1 തിമോഥെയോസ്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ആരാണ് രക്ഷിക്കുവാൻ കഴിയുന്ന വ്യക്തി എന്ന് മനസ്സിലാകുന്നു. ആരാണ് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതായ ബോധമുണ്ടാകുന്നു. സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ഇതാണ് ലോകത്തിലേക്ക് വന്ന് ശരീരം മുഴുവനും തകർക്കപ്പെട്ട് നിന്ദിതരായിട്ട് സകല മനുഷ്യരും കാണുക, എല്ലാ ആൾക്കാരും യെരൂശലേമിൽ പെസഹയ്ക്ക് വരുമ്പോൾ അവരുടെ നടുവിലൂടെ ആ ശാപമരക്കുരിശ് വേന്തിക്കൊണ്ട് കാൽവറിയിൽ ചെന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്, ആമേൻ, കാൽവറിയിൽ യേശു മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ യേശുവിൻ്റെ ക്രൂശുമരണ മുഖാന്തരമാണ് നമുക്ക് ഈ ആത്മരക്ഷ ലഭിക്കുന്നത് എന്നുള്ളതായ അറിവ്. പിന്നെ അടുത്തെന്തുവാണ്? ഇമോഷൻ. എന്തുവാണ് ഇമോഷൻ? അത് ആ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. യേശുവിനെ കർത്താവായിട്ടല്ലെങ്കിൽ നമ്മുടെ നായകനായിട്ട് സ്വീകരിക്കുന്നു. അത് 2ാമത്തെ ഘടകം.
മനസ്സിലായോ? യേശുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഹൃദയത്തിലേക്ക് അംഗീകരിക്കുക. ഞാൻ വാതിൽക്കെന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടെ അത്താഴം കഴിക്കും, ഫെലോഷിപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി വാതിൽ തുറന്നാൽ കയറാതിരിക്കുമോ? യേശു ഓരോ നിമിഷവും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആര് എവിടെ നിന്ന് ഏത് നിമിഷം തുറന്നാലും യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിശാചുക്കളും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള വിശ്വാസം പോരാ, അത് രക്ഷിക്കുന്ന വിശ്വാസമായിട്ട് മാറുന്നത് കർത്താവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ചെയ്യുവാനായിട്ടുള്ളതായ ആ സമർപ്പണത്തോടെ, അതാണ് കർത്താവായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് യേശുവിനെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇമോഷണൽ. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? ഇവിടെയും വിൽ പവർ ഉണ്ടായിരുന്നു, ഇവിടത്തെ വിൽ പവർ ഉണ്ട്. ഇവിടെ എന്തുവാ വിൽ പവർ ചെയ്യുന്നത്? എന്തുവാണ് വിൽ പവർ ചെയ്യുന്നത്? യേശു ഇവിടെ നമ്മൾ ഇനിയും പാപം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇവിടെ ചെയ്യും. എന്തോ ചെയ്യും? യേശു എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യും. യേശു സ്നാനപ്പെടാൻ കൽപ്പിച്ചോ അത് ചെയ്യും. യേശു കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കാൻ കൽപ്പിച്ചോ അത് ചെയ്യും. ലോകമുഖം പോയി സുവിശേഷം പറയാൻ കൽപ്പിച്ചോ അത് ചെയ്യും. വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞോ അത് ചെയ്യും. യേശു എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യും എന്നുള്ള തീരുമാനമാണ് അടുത്തത്. അപ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിനകത്തിരിക്കട്ടെ. ഇതാണ് ആപ്ലിക്കേഷൻ ആയതേ ഉള്ളൂ. സമയം പോകണം, വേഗത്തിൽ മുമ്പോട്ട് പോകാം. ആ ആപ്ലിക്കേഷൻ രണ്ട് വശം ഏതൊക്കെയാണ്? മറന്നു പോകാതിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ പോകും, നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് പോകരുത്. അതുകൊണ്ടാണ് വിഷ്വലായിട്ട് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാം, നമുക്ക് അനുതാപം ഉണ്ടാകണം. അതിനകത്തുള്ള 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? അറിവിൽ ഞാനൊരു പാപിയാണെന്ന് അറിയുന്നു. അടുത്ത ഇമോഷൻ, പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതായ ഫീലിങ്, ഞാൻ പാപം ചെയ്തു പോയി എന്നുള്ള ഗിൽറ്റി ഫീലിംഗ്, ഇതെല്ലാം ഉണ്ടായി ദുഃഖമുണ്ടാകുന്നു, ഫീലിംഗ് ഉണ്ടാകുന്നു ഇമോഷനിൽ. അടുത്ത വിൽ പവറിൽ നോ 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 നോ, എനിക്കിനി പാപം വേണ്ട, ഞാൻ വിടുകയാണ്. സക്കായിയുടെ ഭവനത്തിൽ യേശു ചെന്നപ്പോഴത്തേക്കും അവൻ്റെ ഹൃദയത്തിനകത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും വിടേണ്ടതെല്ലാം കൊടുത്ത് തീർക്കേണ്ടത്, ആവശ്യമില്ലാതിരുന്നത് എല്ലാം. അതാണ് യഥാർത്ഥ മാനസാന്തരം. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ് അല്ലേ? നമ്മുടെ ഹൃദയത്തിനകത്തും എന്തെല്ലാം ക്രമീകരണം വരുത്തണമോ അത് വരുത്തണം. എന്നാൽ ബറവോൻ്റെ മാനസാന്തരം അങ്ങനെയല്ലായിരുന്നു. അന്നേരം പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ മാനസാന്തരപ്പെട്ടു. ഇച്ച കഴിഞ്ഞപ്പം പിന്നെയും മാറി. പിന്നെ വേറൊരു പ്രശ്നം വന്നപ്പോൾ അത് ഞാൻ ചെയ്തോളാം, മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് മാറി, അവസാനം കടലിനകത്ത് അവസാനിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള മാനസാന്തരം ദൈവം അംഗീകരിക്കുന്നില്ല. യഥാർത്ഥമായ മാനസാന്തരം എന്നത് എന്താണ്? സക്കായിയുടെ മാനസാന്തരം പോലെ, മുടിയൻ പുത്രൻ നമ്മൾ വിളിക്കുന്ന ആ രണ്ടാമത്തെ പുത്രൻ്റെ മാനസാന്തരം പോലെ കള്ളൻ എന്ത് ചെയ്യുകയാണ്? എന്തുവാണ് ആ ക്രൂശിലെ കള്ളൻ? യഥാർത്ഥമായ മാനസാന്തരം അവൻ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞതായ ആ അനുഭവം പ്രാപിക്കുവാനുള്ളതായ ഒരു മാനസാന്തരം. യൂദ മാനസാന്തരപ്പെട്ടു, അനുഭവിച്ചു, ഭയങ്കര അനുഭവിച്ചെങ്കിലും അവന് എന്ത് ചെയ്തു? യഥാർത്ഥമായ മാനസാന്തരമല്ലായിരുന്നു. അവൻ ചാകാതെ അവിടെ എങ്ങാനും മരത്തിൻ്റെ ചുവടിലൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ നിന്നപ്പോൾ യേശു അങ്ങോട്ട് പോയപ്പം യൂദ ഇങ്ങ് വന്നേ, നിൻ്റെയും കൂടെ പത്രോസിനെ പോലെ ഞാൻ റെസ്റ്റോർ ചെയ്യുന്നു ഇവിടെ പറഞ്ഞേനമായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ അവൻ എന്ത് ചെയ്തു? ആത്മഹത്യയിലേക്ക് പോയി അവൻ എന്നേക്കുമായി നശിച്ചു പോകാനായിട്ടിടയായി തീർന്നു. അതൊക്കെ ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് അനുതാപം, അതിനകത്ത് ഒന്ന് ഞാൻ പാപിയാണെന്നുള്ള അറിവ്, പാപത്തെക്കുറിച്ചുള്ള ദുഃഖം, 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്നു, കൊടുക്കേണ്ടതിനെ കൊടുക്കുന്നു, ആൾക്കാരോട് ക്രമീകരണം പ്രാപിക്കണം ക്രമീകരിക്കുന്നു, ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കുന്നു. മറുഭാഗത്ത് വിശ്വാസം എന്തുവാണ്? ആരാണ് എൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുന്ന അറിവ്. 2 ഇമോഷണൽ, കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ അംഗീകരിക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസം. മൂന്നാമതായിട്ട് ഇവിടെ നമ്മളെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ, പാപം ചെയ്യുകയില്ല, പിശാചിൻ്റെ ഇഷ്ടങ്ങളെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, മറുഭാഗത്ത് യേശുവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു, അനുസരിക്കുന്നു എന്നുള്ളതായ ആ സമർപ്പണം വിൽ പവറിൽ. ഇനി ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സെക്രട്ടറിയിൽ കൊടുത്താൽ ചുവപ്പ് നാടയിൽ ആപ്ലിക്കേഷൻ കുറച്ച് നാൾ കിടക്കും അല്ലേ? പിന്നെ ചിലപ്പോൾ പുറത്ത് കണ്ടില്ല എന്നിരിക്കും. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ ഉത്തരം കിട്ടും. ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്ര വലിയ രക്ഷ, ദ ഗ്രേറ്റ് സാൽവേഷൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആര് എവിടെ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാലും അന്നേരം തന്നെ കൊടുക്കാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ആപ്ലിക്കേഷന്
1 സെക്കൻഡ് മതി. നമ്മൾ വിചാരിക്കുന്നു ഇത്രയും ഘടകമുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ പാപിയാണെന്നുള്ള ബോധവും ഇനി പാപം ചെയ്യുന്നില്ല ചിന്തയും യേശുവേ ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് പറയും. 1 സെക്കൻഡ് മതി. അന്നേരം തന്നെ വലിയ ഗ്രേറ്റ് സാൽവേഷൻ നമുക്ക് കിട്ടുകയാണ്. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. സാൽവേഷനുമായിട്ട് കടക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്ര വലിയ സാൽവേഷനാണല്ലോ എന്ന് ഓർത്ത് ഇതിനെ മുറുകെ പിടിച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെ, പോകുന്ന സ്ഥലം എവിടെ എല്ലാം ചിന്തിച്ച് ധ്യാനിച്ച് പോകേണ്ടതായ ഒരു കാര്യമാണ് ഇത്ര വലിയ രക്ഷ. ആമേൻ. അതിലാദ്യം ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? സാൽവേഷൻ ആദ്യം ലഭിക്കുന്നത് ഫർഗീവ്നെസ് ഓഫ് സിൻസ്. ഞാൻ മലയാളം കൂടെ കാണിക്കാം. മലയാളത്തിനകത്ത് ആത്മരക്ഷ ലഭിക്കുമ്പോൾ ആദ്യം വരുന്നത് പാപക്ഷമ, രണ്ടാമത് പുതുജനനം, മൂന്നാമത് നീതീകരണം, ദത്തെടുപ്പ്, പിന്നെ വിശുദ്ധീകരണം, നിത്യജീവൻ, തേജസ്കരണം. അതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ അരമണിക്കൂറിനകത്ത് 11 പേരുണ്ടല്ലേ, 12 പേരുണ്ട്. ഓക്കെ, വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്നാമത് നമുക്ക് ഫർഗീവ്നെസ് ഓഫ് സിൻസ്, പാപക്ഷമ ആണ് പ്രധാനം. നമ്മൾ പാപികളാണല്ലോ, പാപത്തിന് ശിക്ഷയുണ്ട്. അപ്പോൾ പാപങ്ങളെ ക്ഷമിക്കുക തന്നെയല്ല, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലും കൂടെ തരികയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു കാൽവറിയിൽ മരിച്ചു. അപ്പോൾ തന്നെയല്ല, പാപത്തിൻ്റെ ശിക്ഷയും കൂടെ എന്ത് ചെയ്തു? കർത്താവ് ഏറ്റെടുത്തു. ഈ 2 കാര്യങ്ങളുമാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. പാപക്ഷമ, പാപത്തെ എന്ത് ചെയ്യും? ഞാൻ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ തന്നെ 4-5 വാക്യങ്ങളുണ്ട്. യെശയ്യാവ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും, പിന്നെ ഇത് കാർമുകിൽ പോലെ ഞാൻ മായ്ച്ചു കളയും. ക്ലൗഡ്സ് മാറുന്നത് പോലെ മാറിക്കളഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മുടെ പാവങ്ങളെ പുറകിലെറിഞ്ഞു കളയും, സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയും. പിന്നെ സങ്കീർത്തനത്തിൽ ഒത്തിരി ഉണ്ട്. ലംഘനം ക്ഷമിച്ചു കളഞ്ഞു, മറന്നു കളഞ്ഞു, മറച്ചു കളഞ്ഞു, അല്ലേ? പാപം മറച്ചും, പിന്നെ എങ്ങനെ, അതുപോലെ തന്നെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളോട് അകറ്റിയിരിക്കുന്നു, നമ്മോട് അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഉദയവും അസ്തമയവും കൂടെ ഒരുമിച്ച് വരത്തില്ല. പാപത്തെ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുകയാണ്? മായ്ച്ചു കളയുന്നു, എറിഞ്ഞു കളയുന്നു, പുറകിലെറിഞ്ഞു കളയുന്നു, സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടെന്ന് പറഞ്ഞാൽ ഇനി പാപം നമ്മുടെ അടുക്കൽ വരാതെ വണ്ണം കംപ്ലീറ്റായിട്ട് എത്ര ഭയങ്കര പാപമാണെങ്കിലും, എത്ര കൊലപാതകമാണെങ്കിലും, എന്തെല്ലാം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അറിയായ്മയുടെ കാലത്തെ ലക്ഷ്യമാക്കാതെ, സ്തോത്രം, കർത്താവ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആമേൻ, നാം രക്ഷിക്കപ്പെടുന്നവരുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. പിന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പാപമോ ഒന്നുകിൽ നമ്മളിവിടെ വെച്ച് അനുഭവിച്ചിട്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല, നരകത്തിൽ പോയി അനുഭവിക്കണം. പാപം ചെയ്തതിന് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമല്ലോ. ഇപ്പം രക്ഷിക്കപ്പെട്ടു, ഞാനെൻ്റെ ദൈവവേദനാണ്, ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ പോകുന്നതിന് മുമ്പേ നല്ല ഭക്തന്മാർ ഒത്തിരി കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? പോകുന്നതിന് മുമ്പേ അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. പോകുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ട് പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചെന്ന് അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇനി സേഫായെന്ന് പറയരുത്. ഓരോ നിമിഷവും വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്തെന്തുവാണ്? റീജനറേഷൻ. റീജനറേഷൻ മീൻസ് വീണ്ടും ജനനം. വീണ്ടും ജനനം. നമുക്ക് വീണ്ടും ജനനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് BA ഡിഗ്രി ഇല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. BA ഡിഗ്രി ഇല്ലാതെ, ചില ഡിഗ്രി ഇല്ലാതെ ഇവിടെ വരാൻ പറ്റുമോ? ഇതുപോലെ തന്നെ BA ഡിഗ്രി ഇല്ലാതെ ആർക്കും ഇവിടെ പോകാൻ പറ്റത്തില്ല, ദൈവരാജ്യം കാണാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞത്. എന്തുവാണ് BA ഡിഗ്രി? ബോൺ അഗെയിൻ. നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ കാണുകയില്ല, കാണാതെ പിന്നെ പ്രവേശിക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്കെന്തോ വേണം? വീണ്ടും ജനിക്കുന്ന അനുഭവം ഉണ്ടാകണം. അപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിന് 2 ജനനങ്ങളുണ്ട്. ഒന്ന് ജനനം ഈ ഭൂമിയിൽ ജനിച്ചത്, പിന്നെ എന്തുവാണ്? വീണ്ടും ജനനം. ഇവിടെ ജനിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രിയ സുബിനും ബ്ലസ്സിക്കും കുഞ്ഞ് ഉണ്ടായി. അത് രജിസ്റ്റർ ചെയ്ത് കാണും, ഇല്ലെങ്കിൽ ഉടനെ പേര് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്യുമായിരിക്കും, അല്ലേ? ഇവിടെ ജനിക്കാതെ
ഏതെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യോ? ഇല്ല. ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ രക്ഷ പ്രാപിക്കുമ്പോൾ. അന്നേരം ദൈവരാജ്യത്തിലേക്ക് ജനിച്ചതുകൊണ്ട് ആ ദൈവരാജ്യത്തിൽ നമ്മുടെ പേര് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതുന്നു. അത് സംഭവിക്കുന്നത് ഈ ആപ്ലിക്കേഷനോട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ്. അന്നേരമാണ് വീണ്ടും ജനനം. അല്ലാതെ ചിലർ പറയുന്നത് പോലെ സ്നാനപ്പെടുത്തുമ്പോഴോ സഭയുടെ രജിസ്റ്ററിൽ പേര് വരുമ്പോഴോ ഒന്നുമല്ല. ഈ ഹൃദയം വരച്ചതിനേറ്റ ദൈവസന്നിധി ചെന്ന് കരഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് വരുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അംഗമായിട്ട് തീരുന്നത്, അവിടെ പേരെഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ റീജനറേഷൻ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. വീണ്ടും ജനനം. ഓക്കെ. ഒരു വലിയ കൂട്ടം പേര് ചിന്തിക്കുന്നത് ഇവിടെ വെച്ച് നമ്മുടെ മരിച്ചതിന് ശേഷം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് വേറെ പലതും ആയി ഒരു പക്ഷേ പട്ടിയാകാം, പൂച്ചയാകാം, പല്ലിയാകാം, സെൻറ്റിപ്പേഡാകാം, എന്തേലുമായി എത്ര പ്രാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം നിർഗുണ ബ്രഹ്മത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട്സും ഇല്ലാത്ത ആണ് നിർഗുണമെന്ന് പറയുന്നത്. അതിലേക്ക് ചേരുന്നതാണ് അവരുടെ സാൽവേഷൻ. എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ജീവനോടിരിക്കുമ്പം തന്നെ ഒരു റീബർത്ത്. മറ്റേത് എത്ര റീബർത്താണെന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മം മോശമായതുകൊണ്ട് കർമ്മത്തെ ശരിയാക്കാൻ. ഇവിടെ നമ്മുടെ കർമ്മത്തിൻ്റെ മോശം മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശു ശരിയാക്കിയിട്ട് ഇവിടെ വെച്ച് ഒറ്റ റീബർത്ത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? പുതിയ സൃഷ്ടിയാക്കി ആ സെക്കൻഡ് തൊട്ട് ജീവിക്കുന്ന ദൈവമായിട്ട്, ആട്രിബ്യൂട്ട്സ് ഉള്ള ദൈവമായിട്ട്, സ്നേഹവും കനിവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്ന ഒരു ദൈവം, നിർഗുണമല്ല ഗുണമുള്ള ജീവനുള്ള ദൈവമായിട്ട് ആ സെക്കൻഡ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബന്ധപ്പെടുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് അനുഭവിക്കുന്ന നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ റീജനറേഷൻ, വീണ്ടും ജനനം, വലിയ വിഷയങ്ങളാണ്, ഓടിച്ചു വിടുകയാണ്. അടുത്തെന്തുവാണ്? ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാനൊന്നും വിട്ടില്ലല്ലോ. ഓക്കെ. റീജനറേഷൻ, ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീതീകരണം. നീതീകരണം എന്ന് പറയുന്നത് കോടതിയിലൊരു വാക്കാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇമ്പ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് ഓർത്തിരിക്കും. ഇമ്പ്യൂട്ടേഷൻ. ആദാമിൻ്റെ പാപം സകല മനുഷ്യരിലേക്കും ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പാപം മുഴുവനും യേശുവിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു, നമ്മുടെ പാപം മുഴുവൻ വഹിച്ചു. ഇതുപോലെ യേശുവിൻ്റെ മരണം എനിക്ക് വേണ്ടിയാണെന്ന് ആരെല്ലാം അംഗീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ ചെന്ന് ആശ്രയിക്കുമോ, അപ്പോൾ യേശുവിൻ്റെ നീതി ആ വ്യക്തിയിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പാപികളായിരുന്നെങ്കിലും ഈ രക്ഷയുടെ പാക്കറ്റിനകത്ത് ആദ്യം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പാപബോധം ലഭിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട് അതേ സെക്കൻഡിൽ തന്നെ വീണ്ടും ജനനം നടക്കുന്നു. അതേ സെക്കൻഡിൽ തന്നെ നമ്മളെ നീതീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജഡ്ജി ഇങ്ങനെ ഇരിക്കുകയാണ്, വാദിയും പ്രതിയുമുണ്ട്. വാദിക്കുന്നതാരാ? പിശാച് 24 hours നമുക്കെതിരെ വാദിച്ചുകൊണ്ടിരിക്കുക. അവൻ ഇന്നത് ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവൻ ഇന്നത് ചെയ്തു, കൊടുക്കാൻ പാടില്ല, അവൻ ഇന്നത് ചെയ്തു, അവന് രക്ഷ കൊടുക്കാൻ പാടില്ല, അവൻ ഇന്ന ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രതി എന്ത് ചെയ്യുന്നറിയാമോ? യേശു അവിടെ നിൽക്കുകയാണ്, യേശുവിൻ്റെ പുറകിൽ ചെന്ന് നിൽക്കുകയാണ്, യേശുവിനെ ആശ്രയിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നീതിയിലൂടെയാണ് പിതാവായ ദൈവം ആ ജഡ്ജ്മെൻറ്റ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ആ നീതിയുടെ പുറകിലിരിക്കുമ്പോൾ യേശു നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായിരിക്കുകയാണ്. പിശാച് അവിടെ എന്ന് പറഞ്ഞാൽ അവനെ കുറ്റം വിധിക്കണം എന്ന് പറയും. ഇവനിൽ ഒരു കുഴപ്പവുമില്ല, ഇവൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ഇവൻ ശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിടുവിക്കുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ പാക്കറ്റിനകത്ത് കർത്താവ് നമുക്ക് എന്ത് ചെയ്യുകയാണ്? നീതീകരണം നൽകുകയാണ്. നീതീകരണം ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എന്നാൽ സാങ്ക്ടിഫിക്കേഷൻ തുടർമാനമായിട്ട് നടക്കുന്നതാണ്. ഞാൻ കുറച്ച് പറയാം. അപ്പോൾ അതാണ് ജസ്റ്റിഫിക്കേഷൻ. പിന്നെ ഇവിടെ അഡോപ്ഷൻ. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തെടുക്കുക, അല്ലേ? നമ്മളെ സ്വർഗീയ കുടുംബത്തിലേക്ക് ദത്തെടുക്കുകയാണ്. അന്നേരമാണ് സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പിതാവായി മാറുന്നത്. അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയണമെങ്കിൽ
ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. പറഞ്ഞ മനസ്സിലായോ? യേശു ആൾക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. അവർക്ക് മാത്രമേ സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവ് എന്ന് പറയാൻ കഴിയൂ. കാരണം ദത്തെടുക്കപ്പെടണം. ദൈവത്തിൻ്റെ മക്കളായാലേ വിളിക്കപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളെ മക്കളാകുന്നത് യേശു നമ്മുടെ മൂത്ത സഹോദരനായി തീരുന്നു. യേശുവിൻ്റെ സഹോദരനായി തീരുമ്പോൾ നമ്മൾ സ്വർഗീയ ഭവനത്തിലെ അംഗമായി തീരുന്നതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? വഴിയെ കിടന്ന ഒരു വ്യക്തി ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കുളിച്ച് വൃത്തിയാക്കി അവനെ ആ വ്യക്തിയുടെ മകനായിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് വളർത്തുകയാണ്. എന്നാൽ ഇവർ പഴയ സ്വഭാവമൊന്നും കളയുന്നില്ല. പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ വേലയും ഇവരുടെ ആ വീട്ടിനകത്തിരുന്ന് കാണിക്കാൻ തുടങ്ങിയാൽ അപ്പന് നാണക്കേടാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതായ ഭവനത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാകുവീൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളെ ദൈവം അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തിന് നാണക്കേടുണ്ടാകാതെ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ആദ്യം പറയുന്നത് എന്തുവാ? തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന്. നമുക്ക് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റുമോ? നമ്മൾ മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടാതിരിക്കണം. അതാണ് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? നമ്മുടെ കർത്താവിൻ്റെ നാമം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന ദൈവ കുടുംബത്തിലെ അംഗമായിത്തീരുന്നവർ മുഖാന്തരമായിട്ട് യാതൊരു കാരണവശാലും അപമാനിക്കപ്പെടുവാനായിട്ട് പാടില്ല. അടുത്തതായിട്ട് ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ. അപ്പോൾ ഈ നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണ്. നിത്യജീവനെക്കുറിച്ചൊരു ബാലൻ വന്ന് ചോദിച്ചപ്പോൾ ഒരു പാസ്റ്റോട് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ ഒരു ബക്കറ്റിൽ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മഗ്ഗിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇതിൽ ഓരോ ഡ്രോപ്സും 1 കോടി വർഷമായിട്ട് കണക്കാക്കാൻ പറഞ്ഞു. അതിലുള്ള വെള്ളം മുഴുവനും തീരുമ്പോൾ ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബക്കറ്റിലുള്ള ഓരോ ഡ്രോപ്സും 1 കോടി വർഷമായിട്ട് കൂട്ടി പോകാൻ പറഞ്ഞു. എന്നിട്ട് കിണറ്റിലുള്ള വെള്ളം മുഴുവൻ, കായലുകളിലുള്ള വെള്ളം മുഴുവൻ, കടലിലുള്ള വെള്ളം മുഴുവനും നീ എടുത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് 1 കോടി വീതം എണ്ണിയാലും എന്ത് ചെയ്യത്തില്ല? എണ്ണിയാലും നിത്യത തീരുന്നില്ല. അതാണ് ഇറ്റേണൽ ലൈഫ്. അങ്ങനെ ജീവിതമാണ് നമുക്ക് ഉള്ളത്. സ്തോത്രം. ഇതിൻ്റെ മറ്റേ അറ്റത്ത് നോക്കരുത്. ഇതിൻ്റെ മറ്റേ അറ്റം ഈ കാർപ്പറ്റിൻ്റെ അടിയിൽ കൂടെ കയറി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കടൽ. ഏതായാലും നമ്മുടെ കടൽ തീരത്തോട്ട് പോയിട്ട് അതുവഴി അങ്ങ് പസഫിക് കഴിഞ്ഞ് സൗത്ത് അമേരിക്കൻ കഴിഞ്ഞ് ആഫ്രിക്കൻ തീരത്തൂടെ അങ്ങ് ഇത് പോവുകയാണ്. മൈലുകൾ. എന്നിട്ട് അപ്പുറം എന്തുകൊണ്ട് ചന്ദ്രൻ, നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം കഴിഞ്ഞു, സൗരയൂഥം കഴിഞ്ഞു, മിൽക്കി വേ കഴിഞ്ഞു. ബാക്കിയുള്ള മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഉള്ള നമ്മുടെ യൂണിവേഴ്സ് മുഴുവനും കഴിഞ്ഞു. ബില്യൺസ് ആൻഡ് ബില്യൺസ്, ഇതുവരെ ട്രില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് മുഴുവൻ കഴിഞ്ഞ് ഇതിങ്ങനെ പോകുകയാണ്. പക്ഷേ ഇതിന് അവസാനമില്ല. ഇതാണ് നമ്മുടെ ടൈം ലൈൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ടൈം ലൈനാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം എത്രയേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഭൂമിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ജീവിതം, ഒരിക്കലും അവസാനിക്കാതെ. അപ്പോൾ ഈ ജീവിതത്തിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും ഈ അവസാനം ഉണ്ടല്ലോ. ഇവിടെ വരുമ്പം നമുക്കെന്ത് വേണം? സുഖമായിട്ട് ജീവിക്കണം. അവിടെ വരുമ്പോൾ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. എന്നിട്ട് നമുക്ക് കൺസേൺ മുഴുവൻ അന്നേരം എനിക്ക് പല്ലൊക്കെ കാണുമോ, പല്ല് കഴിക്കാൻ പറ്റുമോ, എനിക്ക് ഓർമ്മ കാണുമോ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ, ഇതേപോലുള്ള അനേക ചിന്തകളാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവിതം മുഴുവനും, ചിന്തിക്കുന്നത് മുഴുവനും, കൂട്ടിവെക്കുന്നത് മുഴുവനും, പിടിച്ചടക്കാൻ നോക്കുന്ന മുഴുവനും, തട്ടിപ്പറിക്കാൻ നോക്കുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാ? ആസ്തി വരുമ്പോൾ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം അല്ലേ? ഹൗ അബൌട്ട് ഹിയർ? ഇതിനു വേണ്ടി എന്തുമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള ഈ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. ഇവിടെ കഷ്ടങ്ങളുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കണ്ണെടുത്തിട്ട് ഈ നിത്യതയിലേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. അന്നേരം ഒരാളും ആത്മഹത്യ ചെയ്യത്തില്ല. ആമേൻ സ്തോത്രം. നിത്യത മുഴുവനും നരകത്തിൽ പോകേണ്ടതായിട്ട് വരും. ഞാൻ എന്തിനു വേണ്ടി ഇതെല്ലാം പ്രസംഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരുടെയും നിത്യത
ആമേൻ. നിത്യമായ നരകത്തിൽ പോകരുത്. അതും ഇതുപോലെ നിത്യമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. അവിടെയുള്ള ഒരു ദിവസത്തിൻ്റെ കഷ്ടത ഒരാഴ്ച മുഴുവൻ നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാളും ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓർപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെയല്ല, നിങ്ങളും അപ്രകാരം പോകുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവരെ ഇതിലേക്ക് കൃപയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ്. ഒരിക്കൽ 2 യുവാക്കന്മാർ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അപകടമുണ്ടായി, 2 പേരും മരിച്ചു. സ്വർഗത്തിലെ വാതിക്കൽ ചെന്നപ്പോഴത്തേക്കും പേര് നോക്കിയപ്പോൾ ഒരാളിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവനോട് സ്വർഗത്തിൻ്റെ വാതിലേക്ക് പോകാൻ പറഞ്ഞു, മറ്റവനോട് നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് നരകത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു കഥ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന സംഭവം ഇതൊക്കെയാണ്. അന്നേരം ചോദിച്ചു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവന് ജീവിച്ചിരുന്നപ്പം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവൻ്റെ പേര് ഈ രജിസ്റ്ററിലുണ്ട് എന്ന് പറഞ്ഞു. മറ്റവൻ പറഞ്ഞു, എന്നേക്കുമായിട്ട് നിന്നെ നരകത്തിൽ തള്ളിപ്പോകാൻ പോകുകയാണ്, കാരണം നീ ഇത് പ്രാപിച്ചിട്ടില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, എടാ, നമ്മളെവിടെയെല്ലാം ഒരുമിച്ച് നടന്നു, ഏതെല്ലാം സ്ഥലത്ത് പോയി, ഇത്രയും നാളായിട്ട് നീ എന്നോട് ഒരു പ്രാവശ്യം പോലും ഈ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്ന കാര്യം നീ ഒരു പ്രാവശ്യം പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവന് ഒരു വാക്കും തിരിച്ചു പറയാനില്ലാതെ വളരെ ദുഃഖത്തോടെ നിന്നതായൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അവർക്ക് പ്രയാസം തോന്നുമായിരിക്കും. നമ്മൾ വീട്ടിൽ എത്രയോ പ്രാവശ്യം എത്ര ഫ്രണ്ട്സിനൊക്കെ കൂടെ എത്ര പേര് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, ഇവരോടൊക്കെ ഒന്ന് പറയുവാൻ നമ്മൾ നാണം കേട്ടോ, അവർക്ക് ഫീലിംഗ് മോശമാകുമോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പറയാതിരിക്കുന്നത്. എന്നാൽ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, പ്രൈസ് ദി ലോർഡ്, ഇതിനെക്കുറിച്ച് ദർശനമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവർക്ക് എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ, ഭാരപ്പെടാതെ, നാണക്കേടാണെന്ന് കരുതാതെ സത്യമായിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമോ? നമ്മളിത് അറിഞ്ഞെങ്കിൽ അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ മാനസാന്തരത്തിന് ഓരോ വാക്യങ്ങൾ എഴുതിയിട്ട് കൂട്ടുകാരെ വിളിച്ച് ഇച്ചിരി ആഹാരം കൊടുക്കുക, അവിടെ ഇരുന്ന് വായിച്ചോളും പറയാൻ നാണക്കേടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് ആരും അറിയാതെ ഒരു ട്രാക്റ്റ് കൊണ്ടുവയ്ക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യുക. നാണക്കേടുണ്ടെങ്കിൽ നാണം കെടേണ്ട ആവശ്യമില്ല. വലിയ ജനക്കൂട്ടത്തിന് മധ്യത്തിൽ യേശു നമുക്ക് വേണ്ടി ഒരു നാണക്കേടുമില്ലാതെ ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടവനായിട്ട് ശാപത്തിൻ്റെ കുരിശും എടുത്തുകൊണ്ട് സ്വർഗത്തിലെ മണിമകളുമായിരുന്നു സ്വർഗത്തിലെ ആമേൻ രാജകുമാരൻ നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ നമ്മൾ യേശുവിന് വേണ്ടി പറയാൻ എന്തിനു മടിക്കണം, അല്ലേ? ഞാൻ ആ ഭാഗം പോകട്ടെ. അപ്പോൾ ആ ഭാഗമാണ് ഇറ്റേണൽ ലൈഫ് എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഭാഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഇതിനു വേണ്ടി ഒരുങ്ങണം. വചനം വായിക്കണം, ഒരുങ്ങണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലേ? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കണം, സ്നാനമേൽക്കണം. സ്നാനമേറ്റവർക്ക് അടുത്ത് ഒരു കാര്യം കൂടെ പത്രോസ് പറയുന്നുണ്ട്. 1-ാമത്തെ പോപ്പെന്ന് ലോകം അംഗീകരിക്കുന്ന, അനേകർ അംഗീകരിക്കുന്ന പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനം, മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ഈ ദാനം. അന്യഭാഷകൾ പറയുന്നത് ആമേൻ. പത്രോസ് ഉൾപ്പെടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിയ പറയുകയാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷ നിങ്ങൾക്കും ലഭിക്കുമെന്ന് പറയുകയാണ്. എൻ്റെ വിശുദ്ധമായ ജീവിതം വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവനെന്ന് പറയുകയാണ്. ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ഈ ചിന്ത നമ്മുടെ മനസ്സിലായിരിക്കട്ടെ. സ്തോത്രം. അവസാന ഭാഗം ഇറ്റേണൽ ലൈഫ്. അത് കഴിഞ്ഞിട്ട് എന്തുവാണ്? സാങ്ക്ടിഫിക്കേഷൻ. ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 അർത്ഥമുണ്ട്. സാങ്ക്ടിഫിക്കേഷന് മലയാളത്തിൽ വിശുദ്ധീകരണം എന്നാണ് പറയുന്നത്. എന്നാൽ എബ്രായ ഭാഷയിൽ അതിന് 2 അർത്ഥമുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിച്ച് വയ്ക്കുക. ഇപ്പോൾ ആലയത്തിലെ പാത്രങ്ങൾ വിശുദ്ധമാണ്, ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ കർത്തൃമേശയ്ക്കുള്ള പാത്രങ്ങൾ വേറെ ഒന്നിനും എടുക്കുകയില്ല, അതിനുവേണ്ടി മാത്രം. ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിച്ച് വയ്ക്കുന്നതിനെയാണ് സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പാത്രം വിശുദ്ധമാണെന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മളതിനെ വൃത്തിയാക്കുന്നതാണ്. ഒരു ഉദാഹരണം പെട്ടെന്ന് ഞാൻ പറയാം. എന്താണ് ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ ക്യാമറ വാങ്ങിക്കാൻ നേരത്തെ ചിന്തിക്കുക, പേര് വിട്ട് സുബിൻ റജി, ഓക്കെ. ക്യാമറ വാങ്ങിക്കാനായിട്ട് നമ്മുടെ കടയുടെ പേരെന്തുവാ, റെഡ് പാത്തോ, ഏതായാലും കൊള്ളാം. ക്യാമറ കടയിൽ ചെന്നപ്പോഴത്തേക്കും ക്യാമറ കണ്ടു, നല്ല ക്യാമറ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ തൽക്കാലം പൈസ ഇല്ല, വീട്ടിൽ ചെന്നാൽ പൈസ എടുത്തുകൊണ്ട് വരാം, ഈ ക്യാമറ ആർക്കും കൊടുക്കരുതെന്ന് പറയുക.
അന്നേരം ആ കടക്കാരൻ എന്ത് ചെയ്യുകയാണ്, ക്യാമറ എടുത്തിട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്തിനു വേണ്ടിയാ? ഇത് റജിക്ക് വേണ്ടി മാത്രമുള്ള ക്യാമറയാണെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു അർത്ഥം. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി മാത്രമുള്ള വ്യക്തിയാണ്. എൻ്റെ അവയവങ്ങൾ പാപത്തിന് വേണ്ടിയല്ല, എൻ്റെ ആഗ്രഹങ്ങൾ പിശാചിൻ്റെ കാര്യം സാധിക്കാനല്ല, എൻ്റെ യേശുവിന് വേണ്ടിയാണ്. എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജോലി, എൻ്റെ കുടുംബം എല്ലാം യേശുവിന് വേണ്ടി, എൻ്റെ സമയം എല്ലാം യേശുവിന് വേണ്ടി ഞാൻ വേർതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വേർതിരിവ്. രണ്ടാമത്, ഈ ക്യാമറ വീട്ടിൽ കൊണ്ടുവന്നു, വാങ്ങിച്ചുകൊണ്ട് വന്നു, പൈസ എല്ലാം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ലെൻസ് വൃത്തിയാക്കുന്ന ഒരു തുണിയുണ്ട്, അതിൻ്റെ സ്ക്രീന് വൃത്തിയാക്കുന്ന ഒരു തുണിയുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, തുടച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന വൃത്തിയാക്കുന്ന കാര്യം. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി സാങ്ക്ടിഫൈഡ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്തുവാണ്, നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ പിന്നെയും ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ നിൽക്കണം. യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് അല്ലേ ശുദ്ധീകരിപ്പാൻ്റെ ഗുണം വിശ്വസ്തന നീതിമാൻ. അത് സാങ്ക്ടിഫിക്കേഷൻ. ആ സാങ്ക്ടിഫിക്കേഷൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഐ നീഡ് 3 വോളണ്ടിയേഴ്സ്. മോനെ ഇങ്ങ് വരാമോ? നിങ്ങൾ 3 പേര് ഇങ്ങ് വന്നേ, ഓടിവാ. ഈ ഇലസ്ട്രേഷൻസ് കാണിങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞെല്ലാം മറന്നു പോകും, അതുകൊണ്ടാണ്. മോർണിംഗ് വന്നേ, 3 പേരും. ദൈവം ലോകത്തിലുള്ള എല്ലാ മൃഗങ്ങളെയും പക്ഷികളെല്ലാം സൃഷ്ടിച്ചപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് ഈ ശരീരവും സൃഷ്ടിച്ചു, ഈ സോളും സൃഷ്ടിച്ചു. മനസ്സിലായോ? ഇത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഇച്ഛകൾ, വികാരങ്ങൾ, തീരുമാനശക്തി ഇതെല്ലാം ഇരിക്കുന്ന ഇവിടെയാണ്, സോളിലാണ്. ഇദ്ദേഹത്തിന് ഈ ലോകത്തേക്കുള്ള അറിവ് നൽകുന്നു. ഇത് തന്നെക്കുറിച്ചുള്ളതായ അറിവ്, ശരീരത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ഇത് ലോകം മുഴുവൻ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഈ ബോഡി കൊണ്ടാണ്. ഇത് ബോഡിയാണ്, ഇത് സോളാണ്. എന്നാൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയല്ല സൃഷ്ടിച്ച. അച്ഛൻ അങ്ങനെ ചേർന്ന് നിങ്ങൾ കൈകൾ പുറത്തിട്ടു. ഇത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്, ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ട് ഇരിക്കുകയാണ്. മറ്റതുപോലെ അല്ല ഇത് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയിട്ട് ജീവശ്വാസം ദൈവം ഊതിയപ്പോൾ ഇത് രണ്ടും കൂടെ ജീവനുള്ള ദേഹി, സോള് ദേഹി. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്ന സെപ്പറേഷൻ, ജീവൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആയിട്ടിരിക്കുന്നത്, ദൈവവുമായിട്ട് ജീവൻ ചേർന്നിരിക്കുന്ന ഒരു സോള് ആയിട്ട് മാറ്റപ്പെട്ടു. ഇത് ഒരാളൂടെ വന്നു. ഇപ്പം സോൾ എന്ത് ചെയ്യുകയാണ്, ചേർന്നിരിക്കുകയാണ്. വെരി ഗുഡ്, ചേർന്നിരിക്കുകയാണ്. ചേർന്നിരിപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ജീവനുണ്ട്. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് ഇദ്ദേഹം തീരുമാനമെടുത്തു. ദൈവം പറഞ്ഞതിനനുസരിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചു. ഒരാക്ഷനിലൂടെ എന്ത് ചെയ്തു? പാപം ചെയ്ത സെക്കൻഡിൽ ഈ ആത്മാവുമായിട്ട് ചേർന്നിരുന്നതായ ജീവൻ എന്ത് ചെയ്യുകയാണ്? ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം മാറുന്നു. ഇത് ദൈവവുമായി ടച്ച് ചെയ്തിരുന്നത് കൊണ്ട്, ഇത് ബൾബ് പോലെ പ്രകാശിച്ചിരുന്നത് കൊണ്ട് എന്തില്ല, തുണിയുടെ ആവശ്യമില്ല. ബൾബ് പ്രകാശമായിരുന്നത് എന്തെങ്കിലും കാണുമോ നമ്മൾ? അതുപോലെ ശരീരം മുഴുവൻ പ്രകാശിച്ചതുകൊണ്ട് തുണിയുടെ ആവശ്യമില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷേ ബൾബ് അണയുന്നത് പോലെ അണഞ്ഞുപോയി. ആത്മാവ് ബന്ധം വിട്ടപ്പോൾ ജീവൻ ഉണ്ടായിരുന്നത് ഐക്യമായിരുന്നു. ബന്ധം വിട്ടപ്പോൾ ആത്മാവ് മരിച്ചുപോയി. മനസ്സിലായോ? ആത്മാവ് ഉണ്ട് അവിടെ, മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യനുണ്ടായിരുന്ന ഏത് സ്ഥലത്ത് പോയി നോക്കിയാലും അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ട്. ഈ ആത്മാവിന് ഭയങ്കര വെമ്പലാണ് ദൈവമായിട്ട് ചേരാൻ വേണ്ടി. എന്തെല്ലാം ചെയ്തിട്ട് പറ്റുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥമായി ചേരുന്നത്. ആത്മാവിന് ജീവൻ വരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും ക്രിസ്തു ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ ആത്മാവ് ജീവൻ പ്രാപിച്ചു, ആത്മാവ് തേജസ് പ്രാപിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഭയങ്കര ശക്തി വരികയാണ്. ഇതെന്നിട്ട് ഈ സോളിനെ ഈ ആത്മാവ് സ്വാധീനിക്കും. അന്നേരം മുതൽ സോളിന്റെ ചിന്തകൾ മാറുന്നു, ആത്മീയ ചിന്തകളാകുന്നു. പറഞ്ഞ മനസ്സിലായോ? ഇദ്ദേഹം മാത്രമേ ഇപ്പം ജീവൻ പ്രാപിച്ചിട്ടുള്ളൂ. സോള് ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അനുസരിച്ച് ജീവിച്ചാൽ ഇതിന് സോളിന് ജീവൻ കിട്ടും, കുറെ കൂടെ നേരെയാവും. ഇദ്ദേഹത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ചാൽ സോള് പിന്നെയും പഴയതുപോലെ ആകും. അപ്പോൾ ഇതിനെ
ഭക്ഷണം കൊടുത്ത് ബലപ്പെടുത്തിയ ആത്മാവിനെ നിർത്തിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം പിന്നാറ്റത്തിൽ പോയി സോള്. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരണം, വചനം കേൾക്കണം, ആരാധിക്കണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. അന്നേരത്തേക്കും സോള് പ്രകാശിക്കും, ആ സ്പിരിറ്റ് പ്രകാശിക്കും. അന്നേരത്തേക്കും സോളിന് എന്തുണ്ടാകും? സോളിന് ഹൃദയത്തിന് സന്തോഷമുണ്ടാകും, പരീക്ഷകളെ ജയിക്കാനുള്ളതായ ശക്തി ലഭിക്കും. സോളിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കും. അത് ആ രക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, എങ്കിലും താണു പോകാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം സോളിൽ പ്രവേശിച്ച ആത്മാവിൻ്റെ അളവിനേക്കാൾ ഇദ്ദേഹം പറയുകയാണ്, പൂർണ്ണ അളവ് എനിക്ക് തരണമേ, ഞാൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ അനുസരിച്ചോളാം. ഡോഡിയും പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ കണ്ണ്, മനസ്സ് എല്ലാം എന്ത് ചെയ്തോളാം, പരിശുദ്ധാത്മാവ് പൂർണ്ണമായും അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് ആ സമ്പൂർണ്ണ സമർപ്പണവും ദാഹവും പ്രാർത്ഥനയും ആകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ അളവ്, ഞാൻ ഇന്നലെ ഗ്ലൗസിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. അന്നേരം എന്ത് ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുകയും ഇദ്ദേഹത്തിൻ്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിന് ശക്തി ലഭിക്കുകയും ഈ ശരീരത്തിലൂടെ കരം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഇതുവരെ സംസാരിക്കാനായിട്ട് കഴിവില്ലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയായി കയറുമ്പോൾ കഴിവുകൾ ഉണ്ടാകുകയാണ്, അല്ലേ? നാവിന് കഴിവുണ്ടാകുന്നു, മനസ്സിന് കഴിവുണ്ടാകുന്നു, അത്ഭുതങ്ങൾ നടക്കുവാനിടയാകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ട് അതുവരെ ഇല്ലാത്തൊരു ബന്ധം അവനുണ്ടാകുന്നു, പ്രാഗൽഭ്യമുണ്ടാകുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറയാൻ വന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഒന്ന്, നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുകയാണ്, ഓൾറെഡി രക്ഷിക്കപ്പെട്ടു. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ഇദ്ദേഹം ഇപ്പോഴൊന്നും നടന്നിട്ടില്ല. ഇനി നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വരവിങ്കലാണ്. കർത്താവിൻ്റെ വരവിങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഒരു നൊടി നേരത്തേക്കുള്ളിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇപ്പോൾ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ നീ എൻ്റെ തേജസ്സിലേക്ക് കൈക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്ന തേജസ്സിൻ്റെ അനുഭവം പിന്നത്തേതിലൊരു അനുഭവമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് ഇനി എങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. രക്ഷിക്കപ്പെട്ടത് ആര് മാത്രമേ ഉള്ളൂ? ഇപ്പം സ്പിരിറ്റ് മാത്രമാണ് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇതുവരെ. അതുകൊണ്ടാണ് ആത്മാവിൽ നിന്ന് ആരാധിച്ചപ്പോൾ എന്തോ ഒരു ആത്മീയമായ നമ്മുടെ സ്പിരിറ്റ് അങ്ങോട്ട് അത് നല്ലൊരു ബലം പ്രാപിക്കുവാൻ, തേജസ്, സന്തോഷം പ്രാപിക്കുവാൻ ഇടയായി. നമ്മൾ ഇതിനെ ഓരോ ദിവസവും സോളിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് യേശു പ്രത്യക്ഷ. അന്നാണ് ഈ ശരീരത്തിൻ്റെ രക്ഷ. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? ത്രിവിധമായ രക്ഷ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, പിന്നെ സോളിൻ്റെ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ. രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ പിന്നെയും മാനസാന്തരപ്പെടണം. റെവലേഷന് 1-2 അധ്യായം 2-3 അധ്യായങ്ങൾ മുഴുവൻ എത്ര പ്രാവശ്യം മാനസാന്തരപ്പെടുക, ദൈവസഭയുടെ എഴുതുക, ഇന്ന സഭയുടെ ദൂതനെ എഴുതുക, മാനസാന്തരപ്പെടുക. പിന്നെയും മാനസാന്തരപ്പെട്ട് ക്രമീകരണം പ്രാപിച്ച് നിന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, കർത്താവ് വരുമ്പോൾ നമുക്ക് രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. നിങ്ങൾ മറന്നു പോകാതെ സോറി. താങ്ക് യു സോ മച്ച്. ഓക്കെ, തക്ക സമയത്ത് സഹായിക്കാനായിട്ട് ഒരാൾ കൂടെ എത്തി. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം എന്ന് പറഞ്ഞാൽ യേശു ശിഷ്യന്മാർ അടച്ചിട്ടിരുന്ന മുറിക്കകത്തേക്ക് വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ അകത്ത് വന്നതുപോലുള്ള ശരീരമാണ് നമുക്ക് ഇവിടം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് എന്തെല്ലാം വില കൊടുത്ത് ഇവിടെ വെച്ച് കർത്താവിനെ വേണ്ടി ക്രമീകരണം പ്രാപിച്ച് അനുസരിച്ച് അത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിൽക്കണം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആവശ്യമാണ്. കർത്താവ് എല്ലാം തരും. ഗിദെയോൻ്റെ 300 പേര് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലേ, ഗിദെയോൻ്റെ 300 പേരെ മറ്റുള്ളവരെല്ലാം ആമേൻ വെള്ളം കണ്ടു, വെള്ളം ആവശ്യമാണ്. അതിനുവേണ്ടി അങ്ങ് താഴെ വീണ് കുടിച്ചപ്പോൾ ഇതേ ശരണമെന്ന് പറഞ്ഞപ്പോൾ ആ 300 പേര് അവരുടെ ഉത്തരവാദിത്വം ഞാൻ ആരാണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഓർത്തുകൊണ്ട് അത് വെള്ളം കുടിക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം അത് കോരി ഇങ്ങനെ കുടിച്ച്
നോക്കി നോക്കി ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി കുടിച്ചതുപോലെ നമുക്ക് നന്മകളെല്ലാം ആവശ്യമാണെന്നാൽ അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ആമേൻ. നമ്മുടെ പ്രൈമറി പർപ്പസ് അതല്ല. പ്രൈമറി പർപ്പസ് ബെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ബെൻസുകാർ ആർക്കാ ബെൻസുകാരുള്ളത്? ബെൻസുകാർ മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അതിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തിയിട്ട് അവിടെ 2 വലയൊക്കെ അടിച്ച്, പുത്തൻ ബെൻസുകാരാണ് കൊണ്ടുവന്നേ, അതിൻ്റെ ഗ്ലാസ് താത്തിയിട്ട് 2 വലയൊക്കെ അടിച്ചിട്ട് 5-6 കോഴി വളർത്തുകയാണ് ഒരു മനുഷ്യൻ. കോഴി വളരത്തില്ലേ അതിനകത്ത്? വളരും, നല്ല സീറ്റിൽ കൂടെ നടക്കും, അവിടെ ഇരിക്കും, മുട്ടയിടും, വേറെയൊക്കെ ഇടും. അത് നല്ല മനോഹരമായിട്ട് അതിനകത്ത് കുറേ കോഴികൾ വളരും. പക്ഷേ ആ ബെൻസുകാരൻ്റെ പ്രൈമറി പർപ്പസ് എന്തുവാ? കോഴി വളർത്താനാണോ? അല്ല. അതിൻ്റെ പ്രൈമറി പർപ്പസ് അതല്ല. ഇതുപോലെ നമ്മളെക്കുറിച്ചുള്ള പ്രൈമറി പർപ്പസുണ്ട്, സെക്കൻഡറി പർപ്പസും ഉണ്ട്. നമ്മൾ ആയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രൈമറി പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള എല്ലാ പർപ്പസും നിറവേറ്റുക. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രൈമറി പർപ്പസ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ആവശ്യമാണ്, അതെല്ലാം ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു റിയലി റിയലൈസ് വാട്ട് ഈസ് അവർ പ്രൈമറി പർപ്പസ് ആൻഡ് ഡു ഇറ്റ് ഫോർ ദ ലോർഡ്. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ. ആമേൻ. ആ ആപ്ലിക്കേഷൻ കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഇത്ര വലിയ രക്ഷ വരുത്താൻ കാര്യം എന്താണെന്നറിയാമോ? ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത ആൾ വലുവനാണ്. അതിനുവേണ്ടി ആ ദൈവം കൊടുത്ത വില വലിയതാണ്. യേശു കൊടുത്ത വില വലിയതാണ്. ആമേൻ. സ്തോത്രം. എന്തുമാത്രം ആഴത്തിൽ നിന്നാണ് പൊക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത് വലിയതാണ്. ഈ രക്ഷ എന്തുമാത്രം അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തുമോ അത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ രക്ഷ ഗണ്യമാക്കാതെ പോകരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ രക്ഷയെ ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, കർത്താവേ അങ്ങ് നൽകിയ രക്ഷയെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഇതാണ് എൻ്റെ ഹോപ്പ്. സ്തോത്രം. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ. ഇതാണ് എന്നെ രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ്, അല്പം കഴിയുമ്പോൾ പോകും. എനിക്ക് കർത്താവിനോടുകൂടെ നിത്യമായ യുഗങ്ങൾ ആമേൻ സന്തോഷത്തോടെ വസിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സമർപ്പിക്കാം. ഈ വചനങ്ങൾക്കായിട്ട് ആമേൻ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പൂർണ്ണമായ സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പിന്നെയും ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.